ഞാനത് എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ നല്ലതിനും മോശമായ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചിത്രം, അതായത് ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ചൊരു ചിത്രം, അതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു മോട്ടിവേഷൻ ആയത്. ജസ്റ്റ് ഒരു പിക്ക് കണ്ട സംഭവത്തിൽ ഇവർക്ക് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റും. അതുവരെ ഞാനൊരു ഡ്രോയിങ്ങിൽ യാതൊരു ഇതും കാണിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്തോ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കും പറ്റുമെന്ന് തോന്നല്ല ഞാൻ ഒന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ എല്ലാവരെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് സക്സസ് ഉണ്ടാവണം എന്ന് ആരും വിചാരിക്കരുത്. എന്താ പറയുക, കൂടുതൽ ട്രൈ ചെയ്യുക, എന്നാൽ നമ്മൾ അച്ചീവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. പിന്നെ എന്നാലും അതിൽ കുറച്ച് ചെറിയ കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സിനെ കാണിക്കുമ്പോൾ മോശമായിട്ടുള്ള നമ്മൾ ആ ഉദ്ദേശിച്ച വ്യക്തിയല്ല വരച്ച് കിട്ടിയത്, വേറൊരു ആരോ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ സോഷ്യൽ മീഡിയ എനിക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് നല്ല കറക്റ്റായിട്ട് ആ ഒരു പിക്ചർ, ഞാൻ എന്താണോ ഔട്ട്പുട്ട് ഉദ്ദേശിച്ചത് ആ ഒരു പിക്ചർ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിലൂടെയാണ് എൻ്റെ തുടക്കം. പിന്നെ വരച്ച് കഴിഞ്ഞ് കുറേ ഓർഡേഴ്സ് പുറത്തുനിന്ന് ആയിക്കോട്ടെ, ഒരുപാട് ഓർഡേഴ്സ്. അത് പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അറിയാത്തൊരു കലയിൽ എനിക്ക് ഇത്ര എന്താ പറയുക ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ മീഡിയം മാറ്റി അരിമണി മുതൽ മഞ്ചാടിക്കുരു, അരിമണി, കടുക്, ലാസ്റ്റ് മീഡിയം ആയിരുന്നു കടുക്. അതിൽ കൃഷ്ണനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് റെക്കോർഡ്സ് മീൻസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, സ്റ്റാർ ഇൻഡിപെൻഡൻറ്റ് അവാർഡ്, URF അവാർഡ്, ഇതൊക്കെ എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കാത്തൊരു കലയിൽ നിന്നാണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്. ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എന്നെ എത്തിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കി ദൈവാനുഗ്രഹം. നമ്മൾ പണ്ട് മുതലേ പ്രാർത്ഥിച്ചു വരുന്ന